ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് അറിയാം. ഇന്ന് നീറ്റ് പഠിക്കാനാണെങ്കിലും അതുപോലെ പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പഠിക്കുന്നതാണെങ്കിലും പല രീതിയിൽ നല്ല പൈസ മുടക്കിയിട്ടാണ് എല്ലാവരും ഇന്ന് പഠിക്കുന്നത്. അതിനുശേഷം ജോലിയിലേക്ക് കയറുമ്പോൾ നമ്മൾ മുടക്കിയ പൈസേൻ്റെ അത്ര പോലും ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത, എല്ലാവരും അല്ല, ഞാൻ അധികവും ഭൂരിഭാഗം എടുത്ത് പറയുന്നതാണ്, കിട്ടാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജോയിൻ കോളേജസ് ഓഫ് നഴ്സിംഗ് അണ്ടർ AFMS, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിലേക്ക് ഇപ്പം ആർമി വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കേട്ടോ. അപേക്ഷിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ഫീമെയിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് ക്വാളിഫൈ നീറ്റ് UG. ഈ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടുള്ള നീറ്റ് എക്സാമിൽ 2026 ഇപ്പം വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ടാവും, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തവർക്ക് രണ്ടാമത് റീകണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ എക്സാം ക്വാളിഫൈ ചെയ്തവർക്കാണ് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്വാളിഫൈ നീറ്റാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ ഒന്നായിട്ട് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം, പിന്നെ അപ്ലൈ ചെയ്യണം. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇത്. ഇതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻ അൺമാരീഡ് ആയിട്ടുള്ള ഫീമെയിൽസിന്, അല്ലെ മാരീഡ് ആണെങ്കിൽ ഡിവോഴ്സോ അല്ല ലീഗലി സെപ്പറേറ്റഡോ വിഡോസിനൊക്കെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫീമെയിൽസ് ആയിട്ടുള്ള അൺമാരീഡ് ആയിട്ടുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇന്ത്യൻ സിറ്റിസൺസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 1 ഒക്ടോബർ 2001 30 സെപ്റ്റംബർ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം? ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ സീനിയർ സെക്കൻഡറി +2 പഠിച്ച് പാസ്സാകണം. 12 വർഷം നമ്മൾ 1, 2, 3 അങ്ങനെ തന്നെ പഠിക്കണം. അല്ലാണ്ട് തുല്യതയൊന്നും എഴുതി +2 പഠിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോട്ടണി ആൻഡ് സുവോളജി, ഇതൊക്കെ എടുത്ത് പഠിച്ച് പാസ്സാകണം. ആൻഡ് ഇംഗ്ലീഷ് കൂടി പറയുന്നുണ്ട്. വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്കോട് കൂടി ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ +2 പാസ്സാകണം. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് പരീക്ഷയോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുന്നു. അതായത് നീറ്റ് നിങ്ങൾ എന്തായിരുന്നു? ക്വാളിഫൈ ചെയ്തു. നീറ്റ് ഓൾറെഡി നിങ്ങൾ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നീറ്റിൽ മാർക്ക് ആർക്കാനുള്ളത് അവർ ആർമി അവിടെ നിന്ന് സെലക്ട് ചെയ്യും, സ്ക്രീനിങ് ചെയ്തിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി പഠിക്കാനും കാര്യങ്ങളൊക്കെ ആർമി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അധിക പേര് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ നമ്മുടെ വീഡിയോ കാണാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ്ലി താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാം. ആർമീൻ്റെ സൈറ്റിൽ വന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും അപേക്ഷിക്കാനുള്ള ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിൽ ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പം നീറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, സയൻസിൽ +2 ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക്, സയൻസ് +2 ഉള്ളവരാണ് മിക്കവാറും ഈ നീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുക. നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അപേക്ഷിക്കാനായിട്ട് പറയാം. സൈറ്റിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറയാം. ഇതുപോലുള്ള അപ്ഡേറ്റ് കിട്ടാനായിട്ട് പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി.